യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അനുഗ്രഹ എന്ന ആലയത്തിൽ ഒരുപാട് പേർ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന ഒരു നല്ല ദിവസമാണ്. ഇന്ന് ദൂരെയുള്ളവർ വരാൻ സാധിക്കാത്തവരുണ്ടാകാം. അവരെല്ലാം ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നത്തെ വിശുദ്ധ കുർബാനയിലും ആരാധനയിലും നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കും, പ്രാർത്ഥിക്കും. അതോടൊപ്പം പ്രത്യേകിച്ച് ഈ ആലയത്തിൽ ഇന്ന് വരെ വന്നിട്ടുള്ള ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ ആലയത്തിൽ നിയോഗം എഴുതി സമർപ്പിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ വന്ന് അവരുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി വെച്ച് ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, പരീക്ഷയിൽ മാർക്ക് മേടിക്കണം, അവർ അനുഗ്രഹമുള്ളൊരവസ്ഥയിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിച്ച് ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഈ അൽത്താരയിൽ എത്രയോ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് വചനം കേൾക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തൊരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും തൊടണമേ. ഓരോ വ്യക്തികളെയും അനുഗ്രഹത്തിലേക്ക് നയിക്കണമേ. അവർ കടന്നു പോകുന്ന വഴികളിൽ, അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരത്ഭുതം അനുഭവിക്കാൻ, ഒരു അടയാളം കാണുവാൻ, ഒരു ദൈവപ്രവൃത്തി കാണുവാൻ അവരെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, ആ കുടുംബത്തെയും എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈ വചനം നിങ്ങളിലൂടെ ആരൊക്കെ കേൾക്കുന്നോ അവരുടെ എല്ലാം ജീവിതങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി രൂപപ്പെടാൻ, ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ, ഒത്തിരി പ്രാർത്ഥനയോടെ, മനസ്സൊരുക്കത്തോടെ നമുക്ക് ഈ വചനം ശ്രവിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാമത്തെ വചനം മുതൽ വായിച്ചു കേൾക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് എത്തി. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. 41-ാമത്തെ വാക്യം, അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. എങ്ങനെയാ പറഞ്ഞത്? വെറുതെ പറഞ്ഞു എന്നല്ല. അവൻ കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട്, അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു. ആ ഒരൊറ്റ സ്പർശനം ആ വ്യക്തിയിൽ ഒരത്ഭുത വിടുതലിന് കാരണമായി. ഇന്ന് അതേ കരം എൻ്റെ ജീവിതത്തിലേക്ക് അടുത്തു വരുന്നതെന്ന് വിശ്വാസത്തിൽ കാണാം. ഇന്ന് ആ നീട്ടപ്പെട്ട ആ കരം ഇന്ന് എൻ്റെ നിയോഗത്തിലേക്ക് വരുന്നത്, ആ നീട്ടപ്പെട്ട അതേ കരം ഇന്ന് എൻ്റെ കുടുംബത്തിലേക്ക് വരുന്നത്, എൻ്റെ ആവശ്യത്തിലേക്ക്, ആ വെല്ലുവിളിയിലേക്ക് വരുന്നത് വിശ്വാസത്തിൽ കാണാം. ആ നീട്ടപ്പെട്ട കരം. ഒന്നും കൂടെ വാക്യം വായിക്കുമ്പോൾ, കുഷ്ഠരോഗിയെ യേശു കൈ നീട്ടി, ഒരേ ഒരു സ്പർശനം, കൈ നീട്ടി തൊട്ടു, കൈ നീട്ടി സ്പർശിച്ചു. ഒന്ന് വിശ്വസിക്കാമോ? ഇന്ന് അതേ കരം എന്നിലേക്ക് നീട്ടപ്പെടുന്നത് ഞാൻ വിശ്വാസത്തിൽ കാണുന്നു. ഞാൻ വിശ്വാസത്തിൽ കാണുന്നു. ഈ വർഷം എൻ്റെ ദൈവം എന്നെ കൈ നീട്ടി സ്പർശിച്ചതിൻ്റെ ഒരു അനുഗ്രഹം, ഒരത്ഭുത സാക്ഷ്യം എനിക്കുണ്ടാവും. എൻ്റെ ദൈവം എന്നെ കൈ നീട്ടി സ്പർശിച്ചത്, അതിൻ്റെ ഒരു നന്മ, ഒരനുഗ്രഹം, ഒരു സാക്ഷ്യം ഈ വർഷം എനിക്കുണ്ടാവും. ഈ വർഷത്തെ ആദ്യത്തെ നിയോഗ പ്രാർത്ഥനയിൽ വെച്ച 3 നിയോഗത്തിൻ്റെ മേലും, ആ 3 നിയോഗത്തിൻ്റെ മേലും യേശു അങ്ങ് കൈ നീട്ടി സ്പർശിച്ച അനുഭവം ഉണ്ടാകണം. ആ ഒരൊറ്റ സ്പർശനം അന്നുവരെ ഉണ്ടായിരുന്ന ആ പ്രശ്നത്തിൽ നിന്നൊരു അത്ഭുത വിടുതലിന് കാരണമായി. അന്നുവരെ ഉണ്ടായിരുന്ന ആ പ്രതിസന്ധി ഉടനെ മാറാൻ തുടങ്ങി. അന്നുവരെ ഉണ്ടായിരുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ വിശ്വസിക്കുക. ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ കരം എന്നിലേക്ക് നീട്ടപ്പെടുന്നത് ഞാൻ അറിയുന്നു.
ഇന്നുവരെ ഞാൻ നേരിട്ട് കൊണ്ടിരുന്ന, ഇന്നുവരെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന, ഇന്നുവരെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രയാസത്തിൽ നിന്ന്, ആ വെല്ലുവിളി, ആ കടബാധ്യതയിൽ നിന്ന് എനിക്ക് ആ ഒരൊറ്റ സ്പർശനം മതി. ആ വചനത്തിലൂടെയുള്ള ഒരു തൊടൽ മതി. ആ ഒരു നീട്ടപ്പെട്ട കരത്തിൻ്റെ ശക്തി എനിക്ക് മതി. എൻ്റെ അവസ്ഥ മാറ്റം വരുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുവാണ്. അതേ കരം ഇന്ന് എന്നിലേക്ക് നീളുന്നു. അതേ കരം ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലേക്ക് നീളുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ശാപത്തിൻ്റെ ബന്ധനത്തിലായിക്കൊള്ളട്ടെ, എത്ര വലിയ പാപത്തിൻ്റെ ബന്ധനത്തിലായിക്കൊള്ളട്ടെ, എത്ര വലിയ തിന്മയുടെ കോട്ടയ്ക്കുള്ളിലായിക്കൊള്ളട്ടെ, നീട്ടപ്പെട്ട ദൈവകരത്തിൻ്റെ ഒരു സ്പർശനം മതി ആ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ. നീട്ടപ്പെട്ട ദൈവകരത്തിൻ്റെ ആ ഒരു സ്പർശനം മതി ഇന്നുവരെ ഉണ്ടായിരുന്ന സകല പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി പുറത്തു വരാൻ. ഈ വചനം വായിക്കുമ്പോൾ 40-ാമത്തെ വചനമുണ്ട്. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി എന്നൊരു വാക്കുണ്ട്. എവിടെയേലും നിന്ന് നിരാശ പറയുമല്ല, എവിടെയേലും ഇരുന്ന് ഞാനിങ്ങനെ ജീവിച്ച് മരിച്ചോട്ടെ എന്ന് പറയുമല്ല. കുഷ്ഠരോഗി വിശ്വാസത്തോടെ അവൻ്റെ അടുത്തെത്തി. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളും വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ അടുത്തായി എന്നുള്ളത്. ഇന്ന് അനുഗ്രഹയിലെ പുണ്യഭൂമിയിൽ പ്രാർത്ഥനയോടെ വരുന്ന ഓരോരുത്തരും വരുന്നത്, ഒത്തിരി യാത്ര ചെയ്തു വരുന്നത്, ഒരു തുള്ളി ഒരു അല്പം പോലും ഉറങ്ങാതെ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഇവിടെ വരുന്നവരുണ്ട്. ദൈവത്തിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ വരുന്നത്. അതിനെ ദൈവം അനുഗ്രഹം തന്ന് അനുഗ്രഹിക്കാതിരിക്കില്ല. ദൈവസന്നദ്ധിയിൽ അടുത്തേക്ക് വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒരു നിയോഗം വച്ചിരിക്കുക, ഒരു പ്രാർത്ഥന മുട്ടുകുത്തി ഒരു നിയോഗം സമർപ്പിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? മനസ്സുണ്ടെങ്കിൽ, ഞാൻ മടുത്തു, എൻ്റെ ശരീരത്തിലെ വേദനയും അസ്വസ്ഥതയും കൊണ്ട് ഞാൻ മടുത്തു, മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയൂ. അപ്പോൾ യേശു ചെയ്തത്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധി വരട്ടെ എന്നൊരു വാക്ക് പറയുമല്ല, യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഡൗൺ ആയിരിക്കുവാണോ, നിരാശയോടെ ഇരിക്കുവാണോ, നീട്ടപ്പെട്ട കരങ്ങൾ ഇതാ നിന്റെ അടുത്തേക്ക് വരുന്നു. അതേ ശക്തിയുള്ള കരം നിന്നെ തൊടുന്നു. അതേ ശക്തിയുള്ള കരം നിന്റെ കുടുംബത്തെ തൊടുന്നു. അതേ ശക്തിയുള്ള കരം നിന്റെ രോഗ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ നിന്നെ തൊടുന്നു. അതേ ആ കരം നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ തൊടുന്നു. അതേ കരം ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗത്തെയും തൊടും. അതേ കരം ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ അൾത്താരയിൽ ഈ പ്രത്യേക സ്ഥലത്ത്, പ്രാർത്ഥനയുള്ള സ്ഥലത്ത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമാകുവാൻ എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗത്തിന്, ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ഇതേ കരം വന്നു തൊടും. അതൊരത്ഭുതത്തിന് കാരണമാകട്ടെ. നമ്മൾ യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങൾ ശക്തിപ്പെടും. നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹം. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമാകും. ഈ ആലയത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരാ സമയം പോരാത്ത വിധത്തിൽ, സമയം തികയുന്നില്ല, സാക്ഷ്യം പറയുവാൻ സമയം തികയുന്നില്ല. അത്രമേൽ ദൈവം ഓരോ വ്യക്തികളെയും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരെ ദിനം പ്രതി അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിങ്ങളെയും ഓർക്കുകയാണ്. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഈ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ, ഈ പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ യുവതിയെ, ഈ യുവാവിനെ, ഈ കുടുംബനാഥനെ, ഈ അമ്മയെ, ഈ അപ്പച്ചനെ, ഈ പ്രായമായ ഈ മാതാപിതാക്കൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ രോഗികളെ സമർപ്പിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, പാണ്ടുള്ള ഞങ്ങളെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കണേന്ന്. എനിക്ക് ഇങ്ങനെ വെള്ളപ്പാണ്ടുണ്ട്, പുറത്തിറങ്ങാൻ മടിയാണ്, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ തരത്തിൽ വിഷമിക്കുന്നവരെ, രോഗാവസ്ഥയിലായവരെ, സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നവരെ ഒരാളെപ്പോലും മറന്നു കളയുന്നില്ല. ഓരോരുത്തരെയും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നവരെ ഓർക്കുന്നു, പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്നവരെ ഓർക്കുന്നു, വചനം തുറന്ന് കേട്ടവരെ ഓർക്കുന്നു, ഈ വചനം അയച്ചു കൊടുത്തവരെ, ഇതിൽ പങ്കെടുപ്പിച്ച ശുശ്രൂഷയിൽ പങ്കുചേർന്നവരെ ഓർക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ആ നീട്ടപ്പെട്ട കരം നിൻ്റെ ജീവിതത്തിൻ്റെ വിടുതലിന് കാരണമാകട്ടെ. നിൻ്റെ സാമ്പത്തിക വിടുതലിന് കാരണമാകട്ടെ. രോഗസൗഖ്യത്തിന് കാരണമാകട്ടെ. ഏതു ശാപത്തിൽ നിന്നും, ഏത് ബന്ധനത്തിൽ നിന്നും, ഏത് കൂരിരുട്ടിൽ നിന്നും ഈ നീട്ടപ്പെട്ട ദൈവകരത്തിൻ്റെ ഒരു സ്പർശനം മതി, വചനത്തിൻ്റെ ഒരു കേൾവി മതി നീ അനുഗ്രഹിക്കപ്പെടാൻ. കർത്താവേ, ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഇവർക്ക് കൊടുക്കണമേ. ഇവരുടെ കുടുംബം അനുഗ്രഹമാകട്ടെ. കുടുംബത്തിൽ സ്നേഹം വളരട്ടെ, ഐക്യം വളരട്ടെ, സമാധാനം നിറയട്ടെ. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. എല്ലാ ആപത്ത് അപകടങ്ങളിൽ നിന്നും ദൈവം നമ്മെ ഉള്ളംകൈയിൽ എന്ന പോലെ സംരക്ഷിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കാൻ, ആരോഗ്യത്തോടെ ആയിരിക്കാൻ, സമാധാനത്തോടെ ഇരിക്കാൻ ദൈവം എല്ലാ സംരക്ഷണവും തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മറക്കരുത്, സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഒരു വചനം ഒരുപക്ഷെ അനേകരെ വിടുവിക്കും. ഈ വചനം ഒരുപാട് പേർക്ക് ശക്തിയും ബലവും തരും. സന്തോഷമായിട്ടിരിക്കാം. ദൈവം സഹായിക്കട്ടെ. ആമേൻ.